വിഷയങ്ങൾ നിങ്ങൾക്ക് വളരെ ചെറുതായി കാണുകയാണെങ്കിലും വളരെ വിശാലമായി ചിന്തിക്കേണ്ട വിഷയമാണ്. രാത്രി നിങ്ങൾ കടന്നുറങ്ങുന്നു. രാത്രി നിങ്ങൾ കടന്നുറങ്ങിയാൽ പിന്നെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു. നിങ്ങൾ ഈ ഉറക്ക് അത് ഒരു മരണത്തിന് സമാനമാണ് എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചതുപോലെ തന്നെയാണ്. നിങ്ങളുടെ റൂഹ് പിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ്. നിങ്ങൾക്കുറങ്ങിയാൽ പിന്നെ ഒന്നും ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ള മരണത്തിന് സമാനമായ ഉറക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ തന്നതിൻ്റെ ശേഷം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു. ഈ എഴുന്നേറ്റതിൻ്റെ ശേഷം നിങ്ങൾ അല്ലാഹു തആലയ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്നുള്ള ദിക്റെങ്കിലും ചൊല്ലുന്നുണ്ടോ? നിങ്ങൾക്ക് വിഷയം അത് ചില്ലരയായി കാണുന്നുണ്ടെങ്കിലും വളരെ വിശാലമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല നിങ്ങളെ ഒരിക്കൽ മരിപ്പിക്കുന്നു. ആ മരണത്തിന് ശേഷം വീണ്ടും ഹയാത്താക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരുന്നു. ഇതെന്തേ മനസ്സിലാക്കുന്നില്ല? ഞാൻ അല്ലാഹു തആല മരണത്തിന് സമാനമായ ഉറക്ക് നൽകി അതിൽ നിന്ന് അല്ലാഹു തആല എഴുന്നേൽപ്പിച്ചല്ലോ. നിങ്ങൾക്കറിയില്ലേ എത്ര ആളുകളാ മരിച്ചതിന് ശേഷം പിന്നെ അവർ ഉറങ്ങിയതിൻ്റെ ശേഷം ഉറക്കെന്നുള്ള മരണത്തിന് അവർ വടിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ അവരെക്കൊണ്ട് കഴിയുന്നില്ല. അവർ മരിച്ചു പോകുന്നുണ്ട്. എത്രയോ ആളുകളെ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്നവരാണ്. രാവിലെ അവർക്ക് ഉണരാൻ കഴിയുന്നില്ല. അവർ ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളും ചിന്തിക്കണ്ടേ, ഞാനും ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമെന്നുള്ള ഗ്യാരണ്ടി എനിക്കില്ലല്ലോ. അങ്ങനെ എഴുന്നേൽപ്പിച്ചാൽ ആ അല്ലാഹു തആലയ്ക്ക് വേണ്ടി 2 റക്അത്ത് ശുക്റിൻ്റെ സുജൂദ് ചെയ്യൽ നമുക്ക് കർത്തവ്യമല്ലേ, നമുക്ക് കഡായമല്ലേ? അതെന്തേ നമ്മൾ ചിന്തിക്കുന്നില്ല?